Indian elites and celebrities are strongly campaigning against the Supreme Court order on stray dogs, showing little compassion for suffering of the common people. Yes. സ്ട്രേ ഡോഗ്സിനെ കുറിച്ചുള്ള എൻ്റെ ഞാൻ അതിനായിട്ടൊരു ലൈവ് തന്നെ നടത്തിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടു പോകും. ഈ സ്ട്രേ ഡോഗിനെ ഞാൻ കേട്ടിട്ടുള്ളത് പഴയ ഒരു അറിവാണ്. ഐ തിങ്ക് ഇറ്റ് ഇസ് നെതർലാൻഡ്സ്. ആൻഡ് ഹൗ ഡിഡ് ദേ മാനേജ് ടു ഡു ദാറ്റ്? ഐ തിങ്ക് അത് ഈ സ്റ്റെറിലൈസേഷൻ ആണ് അവർ ശരിക്കും. അതായത് പട്ടികൾ ഈ കള്ളിങ് എന്ന് പറയുന്ന സാധനമുണ്ട്. കള്ളിങ്ങിൻ്റെ ഒരു പ്രശ്നമായിട്ട് പൊതുവിൽ വിദഗ്ധർ, കള്ളിങ് എന്ന് പറഞ്ഞാൽ കൊന്നുകളയുക, പട്ടിയെപ്പെടുത്താം. അത് ഈ മുയലോ അല്ലെങ്കിൽ മാനോ അല്ലെങ്കിൽ പട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു സംഗതി നമ്മൾ കൊന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് സ്ട്രീറ്റ് ഡോഗ്സിനെ കുറിച്ചുള്ള ഒരു തിയറി ഇതാണ്. അതായത് നമ്മൾ കൊല്ലാനായിട്ട് പട്ടികളെ സമീപിക്കുമ്പോൾ അവിടെ അത് മനസ്സിലാക്കി അവിടെ നിൽക്കുന്ന പട്ടികൾ കൂടുതലും, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് വരുന്ന പട്ടികൾ കൂടുതൽ ഇണക്കമുള്ള ശാന്ത സ്വഭാവമുള്ള പട്ടികളായിരിക്കും. അതേസമയം അക്രമകാരികളും അതേ കണക്ക് വില്ലത്തരം ആ ജീനുകളോ അല്ലെങ്കിൽ ആ ഒരു സംഗതി ഉള്ള പട്ടികൾ നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കുകയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളൊരു 1000 പട്ടിയെ പിടിക്കുകയാണെങ്കിൽ ഒരു 100-800 പട്ടി നമ്മുടെ അടുത്ത് വരുന്ന പട്ടിയായിരിക്കും അല്ലേ, ഓടിച്ചിട്ട് പിടിക്കാൻ അത് പോവില്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് അവിടെ നിന്ന് എന്തെങ്കിലും നമ്മൾ കൊടുക്കാനാണോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. നമ്മൾ അതിനെല്ലാം പിടിച്ചകത്ത് ഇടുന്നു അല്ലെങ്കിൽ കുറുക്കി കൊന്ന് കളയുന്നു. അപ്പോൾ ഒരു 1000 പട്ടിയെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു 800-850 പട്ടി ശല്യം ഇല്ലാത്ത പട്ടികളായിരിക്കുമെന്നും, പിന്നെ അങ്ങനെ ഒരു നഗരത്തിലോ ഒരു പട്ടണത്തിലോ ഒക്കെ ഇങ്ങനെ വ്യാപകമായ പട്ടിയെ പിടിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഈ വയലന്റ് ആയിട്ടുള്ള ഡോഗ്സിന്റെ നമ്പേഴ്സ് പ്രൊപ്പോർഷനേറ്റ്ലി കൂടുതലായിരിക്കുമെന്നും, പിന്നെ അവ പെറ്റുവരികി അവിടെ കൂടുതൽ കില്ലർ ഡോഗ്സ് ഉണ്ടാകും എന്നൊരു അതൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ്. പക്ഷെ ഇത് പൂർണ്ണമായിട്ട് വരുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇന്ന് നമ്മൾ ഈ ഇവല്യൂഷനിൽ ഇടപെടുന്ന ഒരു ജീവി കൂടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം ഈ കില്ലർ ഡോഗ്സിന്റെ എണ്ണം അങ്ങനെ കൂടി വരാനുള്ള സാധ്യത ഈ കള്ളിങ് വഴി ഉണ്ടാകും എന്ന് അത് ഇവല്യൂഷന്റെ ഒരു രീതിശാസ്ത്രമാണിത്. പക്ഷെ അതല്ലാതെ അതിനെ ബാധിക്കുന്ന കുറേയധികം ഘടകങ്ങൾ കൂടി ഉണ്ട്. അപ്പം ഈ സ്ട്രേ ഡോഗ്സിനെ യു ഹാവ് ടു, പിന്നെ ഈ വന്ധ്യീകരണം എന്ന് പറയുന്നത് ആക്ച്വലി പിടിക്കുക, വന്ധീകരിക്കുക, വിടുക. പക്ഷെ അത് കടിക്കൊരു പരിഹാരമല്ല. കാരണം ബിക്കോസ് വന്ധീകരിക്കപ്പെടുന്ന ആ അവയവം വെച്ചല്ലല്ലോ അത് നമ്മളെ കടിക്കുന്നത്. അപ്പം കടിക്ക് പരിഹാരം ഒന്ന് എണ്ണം കൂടുന്ന പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഈ കള്ളിങ് എല്ലാം ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഭയങ്കര പ്രശ്നമാണ് പട്ടിയുടെ പ്രശ്നം. ഐ ആം വിത്ത് അതിനെതിരെ സംസാരിക്കുന്ന ഈ സെലിബ്രിറ്റി ടോക്കും അതിനകത്ത് എനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നില്ല. കാരണം സം പീപ്പിൾ want to be known as humane animal lovers and അതൊരു ആഗ്രഹം, അങ്ങനെ ഒരു വിഷ് ലിസ്റ്റുമായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. ആക്ച്വലി ഇതെല്ലാം പറയുന്നത് മനുഷ്യനാകണം എന്നൊക്കെ പറയുന്നത്. ഈ മനുഷ്യനാകണമെന്ന് മറ്റുള്ളവരോട് പറയുന്ന ആരെങ്കിലും ആ ലെവലുള്ളവരാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ അനുഭവത്തിലും ഇല്ല. അതിൽ ഒരാളെ പോലും എനിക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുന്ന ഔഷധ ഗുണം ഉള്ള ഒരു വ്യക്തിയായിട്ട് ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവരത് അന്യരെ ആക്ഷേപിക്കാനോ അവരുടെ മുന്നിൽ ഇങ്ങനെ നിലഞ്ഞു നിൽക്കാനോ ആയിട്ടുള്ള ഒരു സ്നോബറി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദേ ആർ ഓണസ്റ്റ് ആയിട്ട് ശരിക്കും അങ്ങനെ താല്പര്യമുള്ള, അതൊരു മതവിശ്വാസം പോലെ ഒരു സെൽഫ് പ്രൊമോഷനും സ്വയം വീർപ്പിക്കലിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. അതാണ് സെലിബ്രിറ്റി എന്ന് പറയുന്നില്ല, അല്ലാതെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. They want to be as good human beings and others are not. That's it.